ഹലോ, നമുക്കൊന്ന് ഫോർട്ട് കൊച്ചിക്ക് പോയിട്ട് വന്നാലോ? അതെ, നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ ഞങ്ങൾ അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. എന്തിനാണെന്നറിയാമോ? സൺറൈസ് കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഇറങ്ങിയത്. എന്തായാലും ആ ആഗ്രഹം അങ്ങ് സാധിച്ചു കിട്ടിയിട്ടോ. കണ്ടില്ലേ, നല്ല ഉഗ്രൻ സൺറൈസൊക്കെ ഞങ്ങൾ പോണ വഴിക്ക് കണ്ടു. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എവിടെ നിന്ന് കഴിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായെങ്കിലും നേരെ മട്ടാഞ്ചേരി ചെന്ന് അവിടുത്തെ വിജയലക്ഷ്മി ഭവനിൽ കയറി നല്ല അടിപൊളി മസാല ദോശയും നെയ്റോസ്റ്റൊക്കെ കഴിച്ച് അവിടെ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇരുന്നു. അങ്ങനെ പതുക്കെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങി നേരെ ഞങ്ങൾ പോയത് ഞങ്ങളുടെ മട്ടാഞ്ചേരിയുള്ള ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ പോയി കുറച്ചു നേരം അവിടെ അങ്ങനെ ഇരുന്ന് പോയി, കാരണം പുറത്ത് നല്ല ചൂടായിരുന്നു. ഇന്നലെ ചിലവരൊക്കെ കുറെ ഡയലോഗ് അടിക്കണ്ടായിരുന്നു. എന്തോ വന്നു കഴിയുമ്പോ എന്തോ ചെയ്യുമെന്നോ അറിയില്ല, എന്ത് ചെയ്യുമെന്ന്. ഇപ്പൊ കോയിനെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ഇതൊരു വർക്കിംഗ് ഡേയും കൂടെ ആയിരുന്നു. എന്തായാലും അവിടെ കുറച്ച് സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടോ. കുറേ നേരം അതിലേക്കിടയ്ക്ക് നടന്നു, കുറച്ച് നേരം അവിടെ ഇരുന്നു, പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ എന്തെങ്കിലും കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് പോയി കേട്ടോ. അതൊന്നും ഷൂട്ട് ചെയ്തില്ല. അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു ഉഗ്രൻ കോമഡി നടന്നു. എന്താണെന്നറിയാമോ? കേട്ടില്ലേ, അതാണ് സംഭവിച്ചത്. എന്ത് ചെയ്യാനാ, വിധി തന്നെ. എന്തായാലും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് കാർത്തികിൻ്റെ വീട്ടിലേക്ക് തന്നെ കേട്ടോ. അവിടെ ഇരുന്ന് കുറേ സമയം പാട്ടൊക്കെ പാടി ചില്ല് ചെയ്തിരുന്നു. കാരണം പുറത്തേക്ക് ഇറങ്ങാൻ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, നല്ല ചൂടായിരുന്നു. പാട്ടൊക്കെ പാടി സമയം പോയത് അറിഞ്ഞില്ല. സമയം നല്ലോണം അതിക്രമിച്ചിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. നേരെ ബാലൻചേട്ടൻ്റെ കടയിൽ പോയി. പക്ഷേ എക്സ്പെക്റ്റ് ചെയ്ത സാധനം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നൊന്നും കഴിച്ചില്ല. അന്ന് ഈദായതുകൊണ്ട് തന്നെ പല കടകളും ക്ലോസ്ഡ് ആയിരുന്നു. ആൻഡ് ഒരു സ്ഥലത്തും ചിക്കൻ ബിരിയാണി ഒന്നും കിട്ടാനില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല ഡിസപ്പോയിൻമെൻ്റ് ആയി. എന്തായാലും തൊട്ടടുത്ത് നമ്മൾ അവക്കാഡോ ഷേക്കൊക്കെ കുടിച്ചിട്ടോ. പുറത്ത് നല്ല ചൂടൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് ഞങ്ങൾ നേരെ മട്ടാഞ്ചേരി പാലസിലേക്ക് വിട്ടു. ഒരാൾക്ക് 5 രൂപയാണ് ടിക്കറ്റിനുള്ളൂ. എന്താ ലാഭമല്ലേ? എന്താണെന്നറിയില്ല, അവിടെ ഇരുന്നപ്പോൾ ഈ പാട്ട് വല്ലാണ്ട് അങ്ങ് ഓർമ്മ വന്നപ്പോൾ അങ്ങ് പാടി. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ജൂ ടൗണിലേക്ക് അങ്ങ് കയറിയിട്ടോ. ജൂ ടൗൺ എവിടെ നോക്കിയാലും നല്ല ഫ്രെയിംസാണ്. അതുകൊണ്ട് അവിടെ കുറേ നേരം നല്ല വീഡിയോസും കുറേ ഫോട്ടോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ സമയം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ പ്ലാനിലുണ്ടായിരുന്ന ഒരു കഫേ ആയിരുന്നു കേട്ടോ ഈ ടിബറ്റ് കിച്ചൺ. നല്ല വിശപ്പുണ്ടായതുകൊണ്ട് നേരെ ഞങ്ങൾ അങ്ങോട്ട് വിട്ടു. അവിടെ ചെന്ന് ഞങ്ങൾ ഷെസ്വാൻ മോമോസും സ്റ്റീംഡ് മോമോസും പിന്നെ തുക്പ നൂഡിൽസുമാണ് പറഞ്ഞത്. എന്തായാലും ഈ തുക്പ നൂഡിൽസ് ഉണ്ടല്ലോ, അത് കിടിലൻ തന്നെയായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. എന്തായാലും സാധാരണ മോമോസൊക്കെ കഴിക്കുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് ഒതൻറ്റിക് ആയിട്ടുള്ള ഷെസ്വാൻ ആൻഡ് സ്റ്റീം മോമോസൊക്കെ കഴിച്ച ഒരു സന്തോഷത്തിലായിരുന്നു ഞാൻ. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ വേറൊരു ഫ്രണ്ട് വിനയ് നമ്മളെ ജോയിൻ ചെയ്തോട്ടോ. അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരാഗ്രഹം, എന്തെങ്കിലും ഡെസേർട്ട് കഴിക്കണമെന്ന്. അതുകൊണ്ട് നേരെ നമ്മൾ പോയത് പന്തൽ കഫേയിലേക്കാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻസ് ഒന്നും വേണ്ടി വന്നില്ല. കാരണം ഡെസേർട്ട് കഴിക്കണമെന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നമ്മൾ ഒരു ബ്രൗണിയും പിന്നെ ഒരു ചീസ് പേസ്ട്രിയും അതുപോലെ ഒരു ക്രോസാൻറ്റുമാണ് പറഞ്ഞത് കേട്ടോ. ആൻഡ് ദറ്റ് ചീസ് പേസ്ട്രി, അതിൻ്റെ പേര് എന്താണെന്ന് ഞാൻ കറക്റ്റായിട്ട് ഓർക്കണില്ല. ഐ ഗെസ് ദാറ്റ് വാസ് എ ന്യൂയോർക്ക് ചീസ് പേസ്ട്രി, സംതിങ് ലൈക്ക് ദാറ്റ്. അതൊരു രക്ഷ ഉണ്ടായിരുന്നില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ. അതുപോലെ ഈ ബട്ടർ ക്രോസാൻറ്റും കൊള്ളായിരുന്നു. എവറിത്തിങ് വാസ് റിയലി ഗുഡ്. കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ പെയിൻറ്റിങ്സൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. സോ ഇറ്റ്സ് ടൈം ടു ഗോ ബാക്ക് ഹോം.
നല്ല ചൂടായതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇറ്റ് വാസ് എ വെരി നൈസ് ഡേ വിത്ത് ദീസ് ഫെലോസ്. ഹൗ വാസ് അവർ ഡേ? Day in Fort Kochi. Actually, I have been part of your journey. But quite good. Beautiful. Happiness. Beautiful? Yeah. Booty. Bootyless. What about you? I have big booties. What about you? Anyways, hope you like my vlog. So if you like, why wait? Go to Fort Kochi, take some amazing pictures and have some delicious food. Bye bye.